നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റിസർവ് ബാങ്ക് വീണ്ടും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യത. ഓഗസ്റ്റിൽ 25 ബേസിസ് പോയിന്റിന്റെ കുറവ് വരുമെന്ന് പ്രവചനം. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മിയിൽ നേരിയ വർധനാ പ്രവചനം. കമ്മി GDPയുടെ 1.2% യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രതികാര തീരുവയ്ക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യക്ക് തിരിച്ചടി. ഇന്ത്യൻ വാഹനങ്ങൾക്കും ഓട്ടോമൊബൈൽ ഘടകങ്ങൾക്കുമുള്ള US തീരുവയിൽ മാറ്റമില്ല. JSW സ്റ്റീലിന് അറ്റാദായത്തിൽ വർധന. കരുത്തായത് പ്രവർത്തന ചെലവുകളിലെ കുറവ്. വായ്പാ മേഖലയിൽ സ്വകാര്യ ബാങ്കുകൾക്ക് തിരിച്ചടി. വിപണി വിഹിതം നഷ്ടപ്പെടുന്നതായി JM ഫിനാൻഷ്യൽസ്. വിശദമായ വാർത്തകൾ നോക്കാം. തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയിലും നഷ്ടത്തിൽ അവസാനിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 501 പോയിന്റ് ഇടിഞ്ഞ് 81,757 നിഫ്റ്റി 143 പോയിന്റ് ഇടിഞ്ഞ് 24,968 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ വിപ്രോ, ബജാജ് ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ, HCL ടെക് എന്നിവ നേട്ടം കൊയ്തു. നിഫ്റ്റിയിൽ പ്രധാനമായും നഷ്ടം രേഖപ്പെടുത്തിയത് ആക്സിസ് ബാങ്ക്, ശ്രീറാം ഫിനാൻസ്, BEL, HDFC ലൈഫ് എന്നിവയാണ്. സെക്ടർ സൂചികളിൽ മീഡിയ, മെറ്റൽ സൂചികൾ മാത്രമാണ് നേട്ടം നിലനിർത്തിയത്. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികൾ ഫ്ളാറ്റായി തുടർന്നു. ഈ ആഴ്ചയിൽ BSE സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. റിസർവ് ബാങ്ക് വീണ്ടും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യത. ഓഗസ്റ്റിൽ 25 ബേസിസ് പോയിന്റിന്റെ കുറവ് വരുമെന്ന് പ്രവചനം. റിപ്പോ നിരക്ക് ആഗസ്റ്റിൽ 5.2% മാറുമെന്നാണ് ICICI ബാങ്കിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പണപ്പെരുപ്പത്തിലെ കുറവായിരിക്കും ധനനയ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുകയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. റീറ്റെയിൽ പണപ്പെരുപ്പം വിലയിരുത്തിയാണ് റിസർവ് ബാങ്ക് പ്രധാനമായും അടിസ്ഥാന പലിശ നിരക്ക് പരിഷ്കരിക്കാറുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പണപ്പെരുപ്പം താഴുന്നതാണ് ട്രെൻഡ്. ജൂണിൽ 2.1% പണപ്പെരുപ്പം എത്തിയിരുന്നു. അതായത് ചില്ലറ പണപ്പെരുപ്പത്തിന്റെ സഹനപരിധിയുടെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിന് തൊട്ടടുത്താണ് പണപ്പെരുപ്പം. ഭക്ഷ്യവിലയിലെ കുറവാണ് ഇതിന് സഹായകമായതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് സമ്മിശ്ര വളർച്ചാ സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും ബാങ്ക് ചൂണ്ടിക്കാട്ടി. ഗ്രാമീണ ആവശ്യം ശക്തമാണ്, പക്ഷേ നഗര ആവശ്യം ദുർബലമാണ്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും അസ്ഥിരമായ എണ്ണവിലയും മുന്നോട്ടേക്ക് രാജ്യത്തിന് വെല്ലുവിളിയാവുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മിയിൽ നേരിയ വർധന പ്രവചിച്ച് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. കമ്മി GDPയുടെ 1.2% റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷം 0.9% കറന്റ് അക്കൗണ്ട് കമ്മി. അവിടെ നിന്നുള്ള ഉയർച്ചയാണ് നിലവിലെ പ്രവചനം. ആഗോളതലത്തിൽ ചരക്കുവില ഉയരുന്നതാണ് കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം. നിലവിൽ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിക്കാൻ കാരണമായ മറ്റൊരു ഘടകം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും തീരുവ യുദ്ധവുമാണ്. അതേസമയം സേവന മേഖലയിലെ കയറ്റുമതി ഉയരുന്നത് പരിധിവരെ സഹായമാവുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യവും കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് കറന്റ് അക്കൗണ്ട് കമ്മി. രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിക്കുന്നത് ദുർബലമാകുന്ന സമ്പദ് വ്യവസ്ഥയെയാണ് കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫി TV. പ്രവർത്തന ചെലവുകളിലെ കുറവ് കരുത്താക്കി JSW സ്റ്റീൽ. ജൂൺ പാദത്തിൽ സംയോജിത അറ്റാദായത്തിൽ 158% വർധന. അറ്റാദായം 2,184 കോടിയായി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ 845 കോടി രൂപയായിരുന്നു അറ്റാദായം. ഇതിൽ നിന്ന് കുത്തിനെയുള്ള മുന്നേറ്റമാണ് ഈ പാദത്തിൽ പ്രകടമായത്. കമ്പനികളുടെ ചെലവുകളിൽ 3.3% കുറവുണ്ടായി. അതായത് 1,400 കോടിയിലധികം കുറവ്. ഇതാണ് മുന്നേറ്റത്തിന് കാരണം. ഈ പാദത്തിലെ മൊത്തം ചെലവുകൾ കഴിഞ്ഞ വർഷത്തെ 41,715 കോടിയിൽ നിന്ന് 40,325 കോടിയായും ഇടിഞ്ഞു. പ്രവർത്തന വരുമാനം 43,147 കോടിയായും ഉയർന്നിട്ടുണ്ട്. അതേസമയം ഈ പാദത്തിലെ ഏകീകൃത സ്റ്റീൽ വിൽപ്പന 6.69 ദശലക്ഷം ടണ്ണാണ്. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 6.12 ദശലക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 9% വാർഷിക വർധന. ആഭ്യന്തര സ്റ്റീൽ വിൽപ്പന 5.96 ദശലക്ഷം ടണ്ണായും ഉയർന്നു. 12% വാർഷിക വർധന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രതികാര തീരുവയ്ക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ നൽകിയ നോട്ടീസ് തള്ളി US. വാഹനങ്ങൾക്കും ഓട്ടോമൊബൈൽ ഘടകങ്ങൾക്കും തീരുവ ചുമത്തിയത് രാജ്യസുരക്ഷ മുൻനിർത്തിയെന്ന് മറുപടി.
വാഹനങ്ങൾക്കും ഓട്ടോമൊബൈൽ ഘടകങ്ങൾക്കും അമേരിക്ക തീരുവ ചുമത്തുന്നത് അമേരിക്കൻ കമ്പനികളെ സംരക്ഷിക്കാനാണെന്നായിരുന്നു ഇന്ത്യയുടെ വാദം. ഇത്തരത്തിൽ തീരുവ ചുമത്തുന്നത് ലോകവ്യാപാര സംഘടനയുടെ പൊതുവ്യാപാര ചട്ടമായ ഗാട്ട് കരാറിന്റെ ലംഘനമാണ്. അതിനാൽ ഇന്ത്യയിലേക്ക് വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട US ഉൽപ്പന്നങ്ങൾക്കുമേൽ തീരുവ ഏർപ്പെടുത്തി തത്തുല്യമായ തുക ശേഖരിക്കുമെന്നായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയത്. എന്നാൽ ഇത് വ്യവസായ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ വ്യാപാര വിപുലീകരണ നിയമത്തിലെ സെക്ഷൻ 232 പ്രകാരമുള്ളതാണ്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ഇറക്കുമതികൾ ക്രമീകരിക്കുന്നതിന് ഈ വകുപ്പ് അനുമതി നൽകുന്നുവെന്നുമാണ് അമേരിക്ക നൽകിയ പ്രതികരണം. US-ഉമായുള്ള വ്യാപാര കരാർ ചർച്ച നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് US-ന്റെ മറുപടി. ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് 25% തീരുവയാണ് US പ്രഖ്യാപിച്ചത്. ഇത് ഇന്ത്യയുടെ $289.5 കോടി കയറ്റുമതിയെയാണ് ബാധിക്കുക. $72 കോടി തീരുവ ഇനത്തിൽ ഇന്ത്യക്കുള്ള അധിക ബാധ്യത. അതേസമയം വ്യാപാര ചർച്ചയുടെ ആദ്യഘട്ടം അവസാനിക്കാറാകുമ്പോൾ US-നെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ഇന്ത്യ നൽകുന്നതിനു പിന്നിലെ കാരണം വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വായ്പാ മേഖലയിൽ സ്വകാര്യ ബാങ്കുകൾക്ക് തിരിച്ചടി. വിപണി വിഹിതം നഷ്ടപ്പെടുന്നതായി JM ഫിനാൻഷ്യൽസ്. വിപണി കൈയടക്കി പൊതുമേഖലാ ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. മിക്ക വായ്പാ വിഭാഗങ്ങളിലും ക്രമാനുഗത വളർച്ചയാണ് പൊതുമേഖലാ ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും നേടുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ വായ്പാ മേഖലയിൽ പുനഃക്രമീകരണമാണ് നടന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. വായ്പാ വിതരണത്തിൽ പൊതുമേഖലാ ബാങ്കുകളാണ് മുൻപന്തിയിലുള്ളത്. 170 ബേസിസ് പോയിന്റിന്റെ വിപണി വിഹിതമാണ് പൊതുമേഖലാ ബാങ്കുകൾക്കുള്ളത്. അതേസമയം സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾക്ക് വായ്പാ വിതരണത്തിൽ 140 ബേസിസ് പോയിന്റിന്റെ കുറവുണ്ടായിട്ടുണ്ട്. 60 ബേസിസ് പോയിന്റുകളുമായി NBFCകളും നേട്ടമുണ്ടാക്കി. അതേസമയം ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ സ്വകാര്യ ബാങ്കുകൾ തന്നെയാണ് ഇപ്പോഴും ആധിപത്യം പുലർത്തുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ 70% പുതിയ കാർഡുകളും ഇഷ്യൂ ചെയ്തിരിക്കുന്നത് സ്വകാര്യ ബാങ്കുകളാണ്. ഭവന വാഹന വായ്പകൾ പോലുള്ള സുരക്ഷിത വിഭാഗങ്ങളിലാണ് പൊതുമേഖലാ ബാങ്കുകൾ നേട്ടമുണ്ടാക്കിയതെന്നും JM ഫിനാൻഷ്യൽസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കൂടിയത്. സ്വർണം ഗ്രാമിന് 9,150 രൂപയും പവന് 73,200 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 35 രൂപ ഉയർന്ന് 7,540 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവില 1 രൂപ ഉയർന്ന് ഗ്രാമിന് 123 രൂപയിലായിരുന്നു കച്ചവടം. കേരള വാർത്തകൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ കേരളത്തിന് വൻ നേട്ടം. 100 പട്ടണങ്ങളുടെ പട്ടികയിൽ 8 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് കേരളം കൈവരിച്ച നേട്ടം അറിയിച്ചത്. കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ 1000-നുള്ളിൽ പോലും കേരളത്തിലെ നഗരങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നിരിക്കെയാണ് ഇത്തവണത്തെ മുന്നേറ്റത്തിന് തിളക്കം വർദ്ധിക്കുന്നത്. കേരളത്തിലെ ആകെയുള്ള 93 നഗരസഭകളിൽ 82ഉം ഇക്കുറി 1000 റാങ്കിൽ ഇടം നേടി. കൊച്ചി 50, മട്ടന്നൂർ 53, തൃശൂർ 58, കോഴിക്കോട് 70, ആലപ്പുഴ 80, ഗുരുവായൂർ 82, തിരുവനന്തപുരം 89, കൊല്ലം 93 എന്നീ നഗരങ്ങളാണ് ആദ്യ 100-ൽ ഇടം നേടിയത്. മട്ടന്നൂർ നഗരസഭ സ്പെഷ്യൽ കാറ്റഗറിയിലെ മിനിസ്റ്റീരിയൽ അവാർഡും സ്വന്തമാക്കി. ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ NN ഷാജിദ് എന്നിവർ ചേർന്ന് കേന്ദ്ര നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർ ലാലിൽ നിന്ന് പ്രോമിസിംഗ് സ്വച്ഛ് ഷെഹർ പുരസ്കാരം ഏറ്റുവാങ്ങി. വെളിയിട വിസർജ്യമുക്തമായ നഗരങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന റാങ്കിങ്ങായ വാട്ടർ പ്ലസ് റേറ്റിംഗ് തിരുവനന്തപുരം നഗരസഭ സ്വന്തമാക്കി. ഈ നേട്ടം സ്വന്തമാക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നഗരം കൂടിയാണ് തിരുവനന്തപുരം. 13 നഗരങ്ങൾക്ക് ODF, 77 നഗരങ്ങൾക്ക് ODF+, 3 നഗരങ്ങൾ ODF++ റേറ്റിംഗും സ്വന്തമാക്കി. മാലിന്യമുക്ത നഗരങ്ങൾക്കുള്ള 3 സ്റ്റാർ റേറ്റിംഗ് 3 നഗരങ്ങളും 1 സ്റ്റാർ റേറ്റിംഗ് 20 നഗരങ്ങളും സ്വന്തമാക്കി. ആലപ്പുഴ, ഷൊർണൂർ, പട്ടാമ്പി എന്നീ 3 നഗരസഭകൾക്ക് 3 സ്റ്റാർ പദവി നേടാനായി. ബ്രഹ്മപുരം തീപിടുത്തത്തിനു പിന്നാലെ സംസ്ഥാന സർക്കാർ തീവ്രമായി നടപ്പിലാക്കിയ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ കേരളം ഒന്നുചേർന്ന് നടത്തിയ വലിയ മുന്നേറ്റമാണ് ഈ ഓരോ പുരസ്കാരങ്ങളിലൂടെയും അംഗീകരിക്കപ്പെടുന്നതെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രവാസി സംരംഭകർക്ക് കേരള ബാങ്ക് വഴി ഈ വർഷം 100 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കുമെന്ന് നോർക്ക. 10 ലക്ഷം വരെയുള്ള NDPR-EM വായ്പകൾക്ക് ഈട് ഒഴിവാക്കുന്നത് പരിഗണിക്കും. കേരള ബാങ്കുമായി ചേർന്ന് 30 വായ്പാ മേളകൾ സംഘടിപ്പിക്കാനും നോർക്ക റൂട്ട്സിൽ ചേർന്ന അവലോകന യോഗത്തിൽ ധാരണയായി. നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസിയുടെ പുനരധിവാസത്തിനായി നടപ്പ് സാമ്പത്തിക വർഷം കേരള ബാങ്ക് വഴി 100 കോടി രൂപയുടെ സംരംഭക വായ്പകൾ ലഭ്യമാക്കും.
NDPREM പ്രവാസി കിരൺ പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ, കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അവലോകന യോഗത്തിലാണ് തീരുമാനം. NDPREM പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം വരെയുള്ള സംരംഭക വായ്പകൾക്ക് ഈട് ഒഴിവാക്കുന്നതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്തു. ഇതിനായി പുതിയ സംരംഭക വായ്പാ പദ്ധതി കേരള ബാങ്ക് അവതരിപ്പിക്കും. ഓഗസ്റ്റിന് ശേഷം സംസ്ഥാനത്താകെ 30 വായ്പാ മേളകൾ സംഘടിപ്പിക്കാനും ധാരണയായി. പ്രവാസി പുനരധിവാസത്തിനായി നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് മികച്ച പിന്തുണ ലഭ്യമാക്കുമെന്നും കേരള ബാങ്ക് പ്രതിനിധികൾ വ്യക്തമാക്കി. തൈക്കാട് നോർക്ക സെന്ററിൽ നടന്ന യോഗത്തിൽ നോർക്ക റൂട്ട്സ് CEO അജിത് കോളശ്ശേരി, കേരള ബാങ്ക് CEO ജോർട്ടി M ചാക്കോ, നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ T രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു. മൈഫിൻ TV, തിരുവനന്തപുരം. വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായാണ് 3 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ നാളികേരം നടത്തിയതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. വെളിച്ചെണ്ണയുടെ വില കൂടുന്ന സാഹചര്യത്തിൽ മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിലെത്താവുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയത്. മായം ചേർത്ത വെളിച്ചെണ്ണയുടെ വിൽപ്പനയ്ക്കെതിരെ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്താകെ 980 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 25 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വിവിധ കാരണങ്ങളാൽ 7 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള കോമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകി. 161 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും 277 സർവൈലൻസ് സാമ്പിളുകളും തുടർ പരിശോധനകൾക്കായി ശേഖരിച്ചു. വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിർമ്മാതാക്കളും കച്ചവടക്കാരും ശ്രദ്ധിക്കണം. പരിശോധനകൾ തുടരുമെന്നും നിയമവിരുദ്ധമായ വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. മൈഫിൻ TV, തിരുവനന്തപുരം. ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ട്രിമ 2025 വാർഷിക മാനേജ്മെന്റ് കൺവെൻഷൻ ജൂലൈ 30, 31 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TMAയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ ഹോട്ടൽ ഓബൈ താമരയിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുക. ലീഡർഷിപ്പ് ഫോർ എമർജിംഗ് വേൾഡ്, നാവിഗേറ്റിംഗ് ടെക്നോളജി, എന്റർപ്രണർഷിപ്പ് ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നതാണ് കൺവെൻഷൻ പ്രമേയം. വിവിധ മേഖലകളിലെ വിദഗ്ധർ കൺവെൻഷനിൽ പങ്കെടുക്കും. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 25 സ്പീക്കേഴ്സ്, വിശിഷ്ട വ്യക്തികളാണ് പങ്കെടുത്തത്. 5 ടെക്നിക്കൽ സെഷൻസ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഫോർ എമർജിംഗ് വേൾഡ്. നമ്മൾ എപ്പോഴും പറയും വി ആർ ചേഞ്ചിങ്, ദ വേൾഡ് ഈസ് ചേഞ്ചിങ്, ഇന്ത്യ ഈസ് ചേഞ്ചിങ്. How we are changing? Through the technology. Generally, the technology is growing much faster than we expect. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് കണ്ട പുരോഗതിയേക്കാൾ കൂടുതൽ പുരോഗതിയായിരിക്കും ചിലപ്പോൾ നമ്മൾ അടുത്ത 1 വർഷം കൊണ്ട് കാണുന്നത്. ടെക്നോളജി ഒരു കാലത്ത് നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടാനാണ് ശ്രമിക്കുന്നത്. We always look for a job. കാർഷിക വാർത്തകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. റിസർവ് ബാങ്ക് വീണ്ടും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യത. ഓഗസ്റ്റിൽ 25 ബേസിസ് പോയിന്റിന്റെ കുറവ് വരുമെന്ന് പ്രവചനം. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മിയിൽ നേരിയ വർധനാ പ്രവചനം. കമ്മി GDPയുടെ 1.2% യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രതികാര തീരുവയ്ക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യക്ക് തിരിച്ചടി. ഇന്ത്യൻ വാഹനങ്ങൾക്കും ഓട്ടോമൊബൈൽ ഘടകങ്ങൾക്കുമുള്ള US തീരുവയിൽ മാറ്റമില്ല. JSW സ്റ്റീലിന് അറ്റാദായത്തിൽ വർധന. കരുത്തായത് പ്രവർത്തന ചെലവുകളിലെ കുറവ്. വായ്പാ മേഖലയിൽ സ്വകാര്യ ബാങ്കുകൾക്ക് തിരിച്ചടി. വിപണി വിഹിതം നഷ്ടപ്പെടുന്നതായി JM ഫിനാൻഷ്യൽസ്.
ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.